ടോപ്പേഴ്സ് ഡോണ്ട് സ്റ്റഡി മോർ, ദേ പ്ലാൻ ബെറ്റർ. ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരാണ്. ലൈക്ക് അവർ ഭയങ്കര അൺറിയലിസ്റ്റിക് ആയിട്ട് ഡെയിലി 8-9 ചാപ്റ്ററൊക്കെ പഠിക്കുന്ന രീതിയിൽ പ്ലാൻ ചെയ്യും. പക്ഷെ 1-2 ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ തന്നെ അവർക്കൊരു ഫീലിംഗ് വന്നു, ഇത്രയും നേരം പഠിച്ചു, ഇനി ഇത്രയും പഠിക്കാനുണ്ട്, ഇതിനി ഇന്ന് തീരും. അപ്പോൾ ആ ഒരു ഫീലിംഗ് കാരണം അവർക്ക് അവിടെ തന്നെ ഒരു ഡീമോട്ടിവേഷൻ വന്നിട്ട് പിന്നെ അവർക്ക് പഠിക്കാൻ ഓവറോൾ ഒരു മൂഡ് ഉണ്ടാവില്ല. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ഗോളായിട്ട് സെറ്റ് ചെയ്യാൻ പാടുള്ളൂ. തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കാന്ന് കേട്ടില്ലേ, ആ പരിപാടിക്ക് നിൽക്കരുത്. അപ്പോൾ ഡെയിലി 2-3 ചാപ്റ്റർ പഠിക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക, അത് നല്ല ക്ലീൻ ആയിട്ട് പഠിക്കുക. ഞാൻ ഈ പറയുന്നത് എക്സാമിന്റെ തലേന്ന് വന്നിരുന്നിട്ട് ആദ്യമായിട്ട് ചാപ്റ്റർ കാണുന്ന ആൾക്കാരെ പറ്റിയല്ല കേട്ടോ. അങ്ങനെയുള്ളവർ ഇപ്പോൾ എല്ലാ ചാപ്റ്ററും പഠിച്ചു വിടുക എന്നല്ലാതെ വേറെ വഴിയില്ല. നിങ്ങളിപ്പോൾ +1 +2 ഒക്കെ ആണെങ്കിൽ അഡ്മിഷൻ എടുക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് അറിയാം ക്രിസ്മസ് എക്സാം വരുന്നുണ്ട്, ഓണം എക്സാം വരുന്നുണ്ട് എന്നൊക്കെ. പിന്നെ നമ്മൾ പഠിക്കാനിരിക്കുന്ന ടൈമിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ലൈക്ക് നമ്മൾ പുതിയൊരു ചാപ്റ്റർ പഠിക്കുക, അല്ലെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആണ് നമുക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ രാവിലെ എഴുന്നേറ്റ് പഠിക്കുക. 4 മണിക്കോ 5 മണിക്കോ ഒന്നും എഴുന്നേക്കണമെന്നില്ല, ഒരു 6:30 മണി അത് ഓക്കെ ആണല്ലോ. ഒരു 6:30ക്ക് നീക്കുക, ഫ്രഷ് ആയിട്ട് 7 മണിയൊക്കെ ആകുമ്പോഴേക്കും പഠിക്കാനിരിക്കാം. രാവിലെ സമയത്താകുമ്പോൾ അധികം ഒച്ചയും വിളി ഉണ്ടാവില്ല, നമ്മുടെ ഫോക്കസും അത്രയും ഹൈ ആയിരിക്കും. കാരണം ജസ്റ്റ് എഴുന്നേറ്റിട്ടേ ഉള്ളൂ, നമുക്ക് ബാക്കി ഡിസ്ട്രാക്ഷൻ ഒന്നും ടൈം കിട്ടിയിട്ടില്ല. അതേപോലെ തന്നെ റിവിഷനും കാര്യങ്ങളൊക്കെ വൈകിട്ടത്തേക്ക് വെക്കുക. റിവിഷൻ, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വൈകിട്ട് രാത്രിയായിട്ട് ചെയ്ത് തീർക്കുക. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് നോക്കൂ, നമുക്ക് എന്തായാലും നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും. സോ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ സേവ് ചെയ്ത് വെക്കുക, ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക. സോ ദാറ്റ്സ് ഡേ 5. നിങ്ങൾ ഈ ഒരു സീരീസിൻ്റെ ബാക്കി വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ പ്രൊഫൈൽ ഒന്ന് കയറി നോക്കുക. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നാളെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.